Paikoda, come go inside. Go inside. Come inside. ബിഗ് ബോസിനകത്ത് കയറിയിട്ടുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. മോർണിംഗ് ലാലേട്ടൻ കയറി ബിഗ് ബോസിനകത്തേക്ക്. സൽമാൻ ഖാന്റെ വേറൊരു ടെസ്റ്റായിട്ട് ലാലേട്ടനകത്ത് കയറി കിച്ചൺ ഇതൊക്കെ നോക്കി വലിയ ഷോ ഇറക്കാതെ നൈസായിട്ട് എല്ലാവർക്കും പണി കൊടുത്തിട്ട്. പക്ഷെ അവിടെ വൃത്തികേട് എന്ന് പറഞ്ഞാൽ മഹാ ഹൈജീൻ തന്നെ പറയും. ചെറിയ ഹൈജീനൊന്നുമല്ല, കുറേ വൃത്തികേടുണ്ട് അവിടെ ഇവിടെ. ഒരു ബിഗ് ബോസിനെ മാനിക്കാത്ത ഒരുപാട് റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യാത്ത ഒരുപാട് വിഭാഗമുണ്ട്. അക്ബറും ആര്യനും ഒക്കെ പനുശരത്വമൊക്കെ വേറൊരു കാറ്റഗറി തന്നെയാണ്. അവരെ ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കേണ്ട കാര്യമല്ല. പ്രവൃത്തിയാണ് അവരുടെ വിധി നിർണയിക്കുന്നത്. അപ്പോൾ ആര്യന് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആര്യൻ്റെ പണി നമുക്ക് വീണ്ടും കാണാം. അടുത്തത് അക്ബറിന് കൊടുക്കുന്ന പണി നമുക്കൊന്ന് കണ്ടുനോക്കാം. അക്ബറിന് നല്ല പണിയാണ് കൊടുത്തിരിക്കുന്നത്. അക്ബറിന് ഇമോഷണലായിട്ട് അപ്പറിലേക്ക് മാറുന്ന പക്ഷെ ഇതല്ല വേണ്ടത്. നന്നായിട്ട് പണിഷ്മെന്റ് ചെയ്തു കൊടുക്കണമായിരുന്നു. അക്ബർ ഒരേ അറഗൻ്റായിട്ട് സംസാരിക്കുന്നതും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നതാണ് മറ്റൊരു ഡിസിഷൻ എന്ന് പറയുന്നത്. എന്തു പറഞ്ഞാലും ആ ഒരു സ്ട്രാറ്റജിക്കൽ കളിയാണ് മൊത്തം മാറുന്നത്. മുട്ടയടിക്കുന്ന കാര്യത്തിലൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം കലാപവും സരികയാണ് പുറത്തേക്ക് പോയത്. അങ്ങനെ വല്ലാത്തൊരു ശോകമാണെന്ന് പറയാം. അതായത് കണ്ടസ്റ്റൻസിന്റെ ശോകകാലം തുടങ്ങിയെന്ന് വിധി നിർണയിക്കാം. നല്ല പണി കൊടുക്കാനും ബിഗ് ബോസിന് പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ നമുക്ക് മനസ്സിലാവുന്നത്. ബിഗ് ബോസ് വിചാരിച്ച എന്താണ് നടക്കാത്തത്? എല്ലാം നടക്കും. അടുത്തത് ബിഗ് ബോസിന്റെ വാണിംഗ് ആണ്. ബിഗ് ബോസും ലാലേട്ടനും ഒരു മാസ് വാണിംഗ് കൊടുത്തു. മോശം കണ്ടാൽ മോശമെന്നും നല്ലത് കണ്ടാൽ നല്ലതെന്നും എന്ന് തന്നെ പറയണം. അത് ബിഗ് ബോസിന്റെ ടാഗ് ലൈനാണ്. അത് മാറ്റിയിട്ടുള്ള ഒരു പ്രവൃത്തിയും ഇവിടെ നടപ്പിലാക്കരുത്. കാരണം ഓരോ വീക്കെൻഡിനും പറയേണ്ടത് പറയാതെ പോയാൽ ഒരു സൽമാൻ ഖാൻ കളി തന്നെയാണ് ഇത് കളിച്ചത്. ഒരു വെറൈറ്റി ലാലേട്ടനെ നമുക്ക് കാണാൻ പറ്റി. ഇനി നിലപാടിനെ കുറിച്ച് നമുക്ക് നോക്കണം. മൊത്തത്തില് നിലപാടുകൾ ശരിക്കുമായി. എന്താണ് ഈ നിലപാടില്ലായ്മ? ആരാണ് ആര്യൻ? എന്താണ് ആര്യന്റെ പ്രശ്നം? ഈ ബിഗ് ബോസിൽ വന്നിട്ട് ആര്യൻ എന്തൊക്കെയോ ആണ് എന്നുള്ള ചിന്ത ആദ്യം ആര്യൻ മാറ്റുക. അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പുഷ്പം പോലെ അവരെടുത്ത് പുറത്തിടും. പിന്നെ കണ്ടന്റും ഒന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കേണ്ടി വരും. ഇതാണ് ബിഗ് ബോസ്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നിലപാടുകൾ കൊണ്ടും നിലവാരം കൊണ്ടും മുന്നോട്ട് പോകേണ്ട ഒരു ടാസ്ക്കാണ്. അവിടെ കണ്ടന്റ് പരമായിട്ടുള്ള ഒരുപാട് തന്ത്രം നമ്മൾ മെനയേണ്ടതുണ്ട്. അത് നിങ്ങൾ മെനഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ മൈൻഡ് ഗെയിം നഷ്ടപ്പെടുകയും ചെയ്യും. മൈൻഡ് ഗെയിമാണ് ഇവിടെ നടക്കേണ്ടത്. അതാണ് അനീഷ് ഉപയോഗിക്കുന്നത്. അനീഷിന് പല തെറ്റ് സംഭവിക്കുന്നെങ്കിലും ഗെയിമും ടാസ്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെതായ ടാസ്ക് വായിച്ചു നോക്കി ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നമ്മളാക്കുന്ന ഒരു ഹൈജീനുണ്ട്, അല്ലാതാക്കുന്നൊരു ഹൈജീനുണ്ട്. ഹൈജീൻ്റെ കാര്യത്തിൽ പലർക്കും ചില സാമാന്യങ്ങളോ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും.
എല്ലാവർക്കും അതുണ്ടായെന്ന് വരില്ല. പക്ഷേ ഹൈജീൻ അതൊരു പ്രത്യേകമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കും. ഹൈജീന് വലിയൊരു പ്രാധാന്യമുണ്ട് ലൈഫിൽ. ആ ലൈഫിൻ്റെ പ്രാധാന്യത്തിലൂടെ കടന്നു പോകുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു വിശേഷം. പക്ഷെ നമ്മളും അത് അത്ര ഹൈജീനിക്കായി ജീവിക്കുന്നവരായിട്ടൊന്നുമല്ല നമ്മളിപ്പോൾ പറയുന്നത്. കാരണം ബിഗ് ബോസിൻ്റെ കാര്യത്തിൽ ആ രീതി വരുമ്പോൾ നമുക്കും അയ്യേ എന്നൊരു തോന്നൽ വന്നപ്പോൾ നമുക്കും ഹൈജീനിങ് വളരെ നല്ലതാണ് എന്ന് തോന്നിപ്പോകും. ഹൈജീൻ നല്ലൊരു സംഭവം തന്നെയാണ്. അത് ബിഗ് ബോസിലെന്നല്ല, എല്ലായിടത്തും നമ്മൾ ഹൈജീൻ സ്മാർട്ടാക്കണം. നല്ലൊരു കാര്യമാണ് അതിനെ കൺട്രോൾ ചെയ്യുക. പിന്നെ ഈ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ ബിഗ് ബോസിനെ കൊണ്ട് സാധിക്കും. ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്. ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്നത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതും ആ ഒരു നിലപാടിലേക്ക് മാറുകയും ചെയ്യുകയാണ്. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നമുക്ക് കാണാനുണ്ടായിരുന്നത്. ബൈ ഫോർ എവർ.